വേനലവധിയിൽ തരംഗമായി അഗ്നിരക്ഷാസേനയുടെ ബോധവൽക്കരണ വീഡിയോ. സ്കൂൾ അവധിക്കാലത്ത് പെരിന്തൽമണ്ണ ഫയർഫോഴ്സും സിവിൽ ഡിഫൻസും ചേർന്നാണ് ബോധവൽക്കരണ വീഡിയോ തയ്യാറാക്കിയത്. സ്കൂൾ ഗ്രൂപ്പുകളിലെല്ലാം ഈ വീഡിയോ ഇപ്പോൾ തരംഗമാണ്. കളിക്കുന്നതിനിടെ കുളത്തിൽ വീണ ബോൾ എടുക്കാൻ പോയ കുട്ടി അപകടത്തിൽപ്പെടുന്നു. ബോൾ എടുക്കാൻ പോയ കൂട്ടുകാരൻ തിരിച്ചു വരുന്നത് കാണാതെ അവനെ അന്വേഷിച്ചു പോയ കൂട്ടുകാരും അപകടത്തിൽപ്പെടുന്നതുമാണ് ബോധവൽക്കരണ വീഡിയോയുടെ പശ്ചാത്തലം. കർഷക തൊഴിലാളികളും നാട്ടുകാരും രക്ഷാപ്രവർത്തനം നടത്തുന്നു. പഞ്ചായത്ത് അംഗം അഗ്നിരക്ഷാസേനയെ വിളിക്കുന്നു. ഫയർ സ്റ്റേഷനിൽ അലറം മുഴങ്ങി സേനാംഗങ്ങൾ സ്കൂബ ഉൾപ്പെടെയുള്ള സന്നാഹങ്ങളുമായി സംഭവ സ്ഥലത്തെത്തുകയും അപകടത്തിൽപ്പെട്ട കുട്ടികളെ മുങ്ങിയെടുത്ത് ആംബുലൻസിൽ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നതുമാണ് വീഡിയോയിലുള്ളത്. തുടർന്ന് ജലാശയാപകടങ്ങളെയും രക്ഷാപ്രവർത്തനങ്ങളെയും കുറിച്ച് സ്റ്റേഷൻ ഓഫീസർ പി നാസറിന്റെ സന്ദേശത്തോടെയാണ് വീഡിയോ അവസാനിക്കുന്നത്. സിവിൽ ഡിഫൻസ് പോസ്റ്റ് വാർഡൻ ഷിഹാബ് ചോലക്കൽ ഇങ്ങനെയൊരാശയവുമായി സ്റ്റേഷൻ ഓഫീസർ നാസറിനെ സമീപിക്കുകയായിരുന്നു. സിവിൽ ഡിഫൻസ് കോർഡിനേറ്ററും ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസറുമായ രാജേഷ് എല്ലാ സഹായവുമായി കൂടെ നിന്നു. ആലിപ്പറമ്പ് പഞ്ചായത്തിലെ വളാംകുളത്തെ പഞ്ചായത്ത് കുളമായിരുന്നു ലൊക്കേഷൻ. എസ്പെഷ്യലി ഈ ഒരു സമയത്ത് വേനൽക്കാലത്താണ് ഏറ്റവും കൂടുതൽ അപകടങ്ങൾ ഉണ്ടാവുന്നത്. കാരണം വർഷക്കാലത്ത് മഴയുള്ള സമയത്ത് അപകടം ഉണ്ടാവാനുള്ള സാധ്യത മുന്നിൽ കണ്ടുകൊണ്ട് പലരും ജലാശയങ്ങളുടെ സമീപത്തേക്ക് പോവാറില്ല. പക്ഷെ ഇപ്പോൾ കുട്ടികളാണേലും അതോടൊപ്പം തന്നെ മുതിർന്ന ആളുകളാണെങ്കിലും പലയിടത്തും വെള്ളം വറ്റിക്കിടക്കാണ്. അപ്പോൾ വെള്ളം കുറവായിരിക്കും എന്നുള്ള ധാരണയിൽ കുട്ടികളും മുതിർന്ന ആളുകളും കുളിക്കാനോ നീന്താനോ കളിയുടെ ഭാഗമായിട്ടോ ഒക്കെ വെള്ളത്തിലേക്ക് ഇറങ്ങാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ ആഴം മനസ്സിലാകാതെ നീന്താൻ അറിയാത്ത ആളുകൾ വെള്ളത്തിൽ അകപ്പെടുകയും ഒരാള് വെള്ളത്തിൽ അകപ്പെട്ടാൽ ആളെ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് നീന്താൻ അറിയാത്ത മറ്റുള്ള ആളുകളും ചാടി പുറപ്പെടുകയും ചെയ്യുന്ന ആഴമുള്ള വെള്ളത്തിലേക്ക് ഇറങ്ങുകയും ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട്. ഇത് മരണസംഖ്യ അപകട സാധ്യത കൂട്ടുമെന്നല്ലാതെ അത്ഭുതം സംഭവിക്കുന്നില്ല എന്നുള്ളതാണ് ആദ്യം സമൂഹത്തോട് ഞങ്ങൾക്ക് പറയാനുള്ളത്. കാര്യം നീന്താൻ അറിയുന്ന ആളുകൾക്ക് തന്നെ ക്ഷിപ്രസാധ്യമല്ല ആഴമുള്ള ജലാശയങ്ങളിൽ നിന്നുള്ള രക്ഷാപ്രവർത്തനം എന്ന് പറയുന്നത് സിമ്പിൾ അല്ല. അപ്പൊ നീന്താൻ അറിയാത്തവരുടെ കാര്യം ഒന്ന് ഓർത്തു നോക്കൂ. അപ്പൊ അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ ഈ ഒരു രക്ഷാപ്രവർത്തനം, ഇങ്ങനെ ഒരു ബോധവൽക്കരണം സമൂഹത്തിലേക്ക് എത്തിക്കണമെന്ന് പെരിന്തൽമണ്ണ ഫയർ സ്റ്റേഷൻ ചിന്തിക്കുകയും അതിനു വേണ്ടിയിട്ട് ഒരു ത്രെഡ് രൂപീകരിക്കുകയും ഒരു സ്ക്രിപ്റ്റ് തയ്യാറാക്കുകയും ഏകദേശം ഒരു 10 മിനിറ്റിനുള്ളിൽ ആ സ്ക്രിപ്റ്റ് ഞങ്ങൾക്ക് പൂർത്തീകരിച്ച് അത് ജനങ്ങളിലേക്ക് എത്തിക്കാമെന്നാണ് വിചാരിച്ചത്. അങ്ങനെ ഏകദേശം ഒരു 10-14 മിനിറ്റിനുള്ളിൽ തീരാവുന്ന രീതിയിലുള്ള ഒരു സ്ക്രിപ്റ്റ് തയ്യാറാക്കുകയും ആ സ്ക്രിപ്റ്റിന് വളരെ നല്ല രീതിയിലുള്ള ചിത്രീകരിക്കാൻ ആവശ്യമായുള്ള ഒരു സ്ഥലം കണ്ടെത്തുകയും അതിന് ആപ്റ്റായിട്ടുള്ള ഒരു ദിവസം കണ്ടെത്തുകയും അതിന് അനുയോജ്യമായിട്ടുള്ള ജീവനക്കാരെയും സിവിൽ ഡിഫൻസ് അംഗങ്ങളെയും കോർത്തിണക്കുകയും ചെയ്തുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്തത്. ഈ വീഡിയോ ചെയ്യുന്നതിലൂടെ ഞങ്ങൾ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഉദ്ദേശം ഇത് തന്നെയാണ്. ജലാശയ മരണങ്ങൾ, അപകടങ്ങൾ പരമാവധി ഒഴിവാക്കുക എന്നുള്ളതാണ്. പഞ്ചായത്ത് അംഗം അമ്പിളി രാമചന്ദ്രൻ സഹകരിച്ചു. സ്റ്റേഷൻ ഓഫീസർ പി നാസർ, ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർമാരായ രാജേഷ് കെ ടി, സുജിത് കെ, നവീൻ കെ, മുഹമ്മദ് അലി പി കെ, സിവിൽ ഡിഫൻസ് വോളണ്ടിയർമാരായ ഷിഹാബ് ചോലക്കൽ, മുസമിൽ, മുജീബ് റഹ്മാൻ, നൌഷാദ് അലി, സിദ്ദിഖ്, പവിത്രൻ, പ്രതീഷ്, വാസുദേവൻ, ഷബീർ അലി, ഷീബ, സാബിറ, ശാരദ എന്നിവരും ബാലതാരങ്ങളായി പ്രദേശവാസികളായ മാളവിക, ആദിൽ, വിപിൻ, ആദിശങ്കർ, അജിത്, അഭിജിത്ത്, ശിവപ്രസാദ് എന്നിവരോടൊപ്പം വാർഡ് മെമ്പർ അമ്പിളിയും വീഡിയോയിൽ വേഷങ്ങൾ ചെയ്തു. സിവിൽ ഡിഫൻസ് അംഗം മുഹമ്മദ് അനസാണ് ക്യാമറ. ആദ്യ വീഡിയോ തന്നെ വൈറലായതിന്റെ സന്തോഷത്തിലാണ് അണിയറ പ്രവർത്തകർ. ജലാശയ അപകടങ്ങൾ പരമാവധി ഒഴിവാക്കുക എന്നുള്ള ഏറ്റവും വലിയൊരു ത്രെഡാണ് ആ ഒരു വീഡിയോയിലൂടെ ഞങ്ങൾ ചിത്രീകരിച്ചത്. അതിന് എല്ലാവരും ഫയർ സ്റ്റേഷനിലെ മുഴുവൻ ജീവനക്കാരും അതോടൊപ്പം തന്നെ സിവിൽ ഡിഫൻസ് അംഗങ്ങളും കൂടെ നിന്നിട്ടുണ്ട്. അത് ഒരു വലിയ പറയുന്ന ഒരു രക്ഷാപ്രവർത്തനത്തിന്റെ രീതിയായിട്ട്, അല്ലെങ്കിൽ ജനങ്ങൾക്ക് അവബോധം ഉണ്ടാക്കുന്ന ഇത്തരത്തിലുള്ള സംഗതികൾ വരാതിരിക്കാനുള്ള ഒരു ചിന്ത ജനങ്ങളിലേക്ക് ഉണ്ടാക്കുന്നതിന് കാരണമായി എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. ഇനിയും ഇതുപോലുള്ള ബോധവൽക്കരണ വീഡിയോകൾ ചെയ്യാനുള്ള ഒരുക്കത്തിലാണ് പെരിന്തൽമണ്ണ ഫയർ ആൻഡ് റെസ്ക്യൂ സ്റ്റേഷൻ. വിരലിൻ്റെ കാര്യത്തിലാണേലും യാത്രയുടെ കാര്യത്തിലാണേലും രണ്ടും മുറിഞ്ഞു പോകാതെ തുന്നിച്ചേർത്തത് കിംസ് അൽ ഷിഫയിലെ ഹാൻഡ് ആൻഡ് റിസ്റ്റ് സെൻ്ററാണ്. ഹാൻഡ് ആൻഡ് റിസ്റ്റ് സെന്റർ, കിംസ് അൽ ഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.